പിണറായി വിജയൻ തന്നെ UDF അനുകൂലമായിട്ട് ഒരു വലിയ തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. CPM ആദർശങ്ങളോ അവർ ചെയ്ത കാര്യങ്ങളോ പറഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്ന ബോധ്യം പിണറായി വിജയനുണ്ട്. വെള്ളിയാഴ്ച ക്രിസ്തു ഒരു കുരിശ് ചുമന്നു പോയതുപോലെ പിണറായി വിജയൻ വെള്ളിയാഴ്ച ഒരു കുരിശും ചുമന്നുകൊണ്ട് പോകുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഇന്നതാണ് ആദർശം, ഞങ്ങളുടെ പാർട്ടിയുടെ ആ ആദർശത്തിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഇതൊക്കെ നന്നായിട്ട് ബോധ്യമുള്ള പിണറായി വിജയൻ ഇപ്പോൾ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുക. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവ്, മുൻ കേന്ദ്രമന്ത്രി, എല്ലാ നിലകളിലും ശോഭിച്ച, ഇപ്പോഴും സജീവ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ശ്രീ PC തോമസ് അവർകളാണ്. സർ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിലാണ് രണ്ട് പ്രധാന മുന്നണികളും. എങ്ങനെയാണ് UDFൻ്റെ ഒരു പ്രതീക്ഷ? ഇപ്പോഴത്തെ ഒരു രീതിക്ക് പിണറായി വിജയൻ തന്നെ UDF അനുകൂലമായിട്ട് ഒരു വലിയ തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുകൂലമായിട്ടുള്ള തരംഗം തീർച്ചയായിട്ടും UDF അനുകൂലമാണ്. UDF അതിൻ്റെ പ്രയോജനം കിട്ടും എന്ന് മാത്രമല്ല, UDF പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ചെയ്തു പോന്നിരുന്ന പല വികസന പദ്ധതികളും വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടില്ല. പലതും നിന്നു പോവുകയാണ് ഉണ്ടായത്. പല രീതിയിൽ കൃഷിക്കാർക്കും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നവർ അവയെല്ലാം മറന്ന് അവയ്ക്കൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ കുടുംബത്തിന് വരുമാനം എന്നുള്ള മട്ടിലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലുള്ള മകളും മരുമകനും ഒക്കെ വളരെ വളരെ ഭേദപ്പെട്ടു പോകുന്നു. അതല്ലാതെ സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ള വ്യക്തമായ തോന്നൽ എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ ബോധ്യം. ഇപ്പം അടുത്ത വാർത്താമാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായ, സാർ ഉൾപ്പെടെ പ്രതിഷേധിച്ച ഞാൻ വാർത്ത കണ്ടിരുന്നു, ഈ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം. ആ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നടന്ന അതിക്രമത്തിൻ്റെ വാർത്തകൾ പുറത്തു വന്നു. എന്നാൽ ഈ പോലീസുകാരെ പോലും ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ അവർക്കെതിരെ കൃത്യമായ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഈ ക്രിമിനലുകൾക്ക് പോലീസ് സംരക്ഷണം, അല്ലെങ്കിൽ ക്രിമിനലുകളായ ആളുകൾക്ക് സർക്കാരിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? സാധാരണഗതിയിൽ ആ വീഡിയോ പുറത്ത് കണ്ട അന്നേരം തന്നെ ഇവരെ പുറത്താക്കിക്കൊണ്ട് ഓർഡർ വരുമെന്നാണ് പലരും വിചാരിച്ചത്. പക്ഷേ ഒരു നടപടിയും വന്നില്ല. പിന്നെ വലിയ രീതിയിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് പ്രശ്നമുണ്ടായപ്പോൾ, എതിർപ്പുണ്ടായപ്പോൾ അവസാനം പേരിന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും മാറ്റാമല്ലോ. അപ്പോൾ ആ ഒരു ശൈലിയിലാണ് അവരുടെ പോക്ക്. ആ ഒരു പോലീസ് സ്റ്റേഷനിലേത് മാത്രമേ നമ്മൾ വീഡിയോ കണ്ടുള്ളെങ്കിലും വേറെ പലയിടത്തും ഇത് നടക്കുന്നു എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ്. അന്ന് അവിടെ കണ്ടത് ഒരു KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിനെ വളരെ ക്രൂരമായിട്ട്, അദ്ദേഹം ഒരു പ്രതിയായിട്ട് പോയതല്ല, ഒരു പരാതിക്കാരനായിട്ട് പോയതാണ്. ഒരു പരാതിക്കാരനെ ഹീനമായ രീതിയിൽ മർദ്ദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് മർദ്ദിച്ചു എന്ന് മാത്രമല്ല, അവശനാക്കി പിന്നെയും ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടു. അതിനെതിരായി അദ്ദേഹം വളരെ കാര്യമായി കാര്യങ്ങൾ നീക്കിയത് കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു. വീഡിയോ അല്ലെങ്കിൽ ഒരിക്കലും പുറത്തു കൊണ്ടിരുന്നില്ല. പക്ഷേ വിവരാവകാശ നിയമം അനുസരിച്ച് അദ്ദേഹം പോരാട്ടം നടത്തി 2-3 വർഷങ്ങൾ കൊണ്ടാണെങ്കിലും അത് മുഴുവൻ പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതം വ്യക്തമായിട്ട് ജനങ്ങൾ കാണുകയുണ്ടായി. പിണറായി വിജയൻ മാത്രം അത് കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടാലും കണ്ടില്ലേലും അദ്ദേഹം അതിനൊക്കെ അല്പം കൂട്ടു നിൽക്കുന്നത് പോലാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. നടപടി ഉണ്ടാകുന്നില്ല. അവരെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി എടുക്കാനായിട്ട് പിണറായി വിജയന് ചങ്കൂറ്റമില്ലാഞ്ഞിട്ട് ആണോ, അതോ അത് അത്ര തെറ്റല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണോ? അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അറിയാതെ കൊടുക്കുന്ന ഒരു നിർദ്ദേശം പോലെ ആയിരിക്കുകയാണ് പോലീസുകാർക്ക് വീണ്ടും അത് ആവർത്തിക്കുവാനായിട്ട് ഉള്ള ഒരു നിർദ്ദേശം പോലെ അദ്ദേഹത്തിൻ്റെ നീക്കം. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അത് വലിയ അവമതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പോലീസ് എന്ന് പറഞ്ഞാൽ ഇടിക്കാൻ അവകാശമുള്ള ഇടിപ്പോലീസാണ് എന്ന തോന്നലാണ് പലർക്കുമുള്ളത്. പല ജനങ്ങൾ പോലും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം പലയിടത്തും ഇതാ കാണുന്നത്. പക്ഷേ അവർക്കതിന് അവകാശമില്ല എന്ന് മാത്രമല്ല, കുറ്റം ചെയ്താൽ അതിനെപ്പറ്റി അന്വേഷിക്കാനും വേണ്ടി വന്നാൽ ചാർജ് കൊടുക്കാനോ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് തീരുമാനിക്കേണ്ടത് കോടതിയാണ്, ശിക്ഷിക്കേണ്ടത് കോടതിയാണ്. കോടതിക്ക് പോലും നേരിട്ട് ഉപദ്രവിക്കാൻ പറ്റത്തില്ല.
കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച്, തീരുമാനം അനുസരിച്ച് പിന്നെ ആരാണോ അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അവർക്കും ഇടിക്കാനോ കൊല്ലാനോ ഒന്നും അവകാശമില്ല. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ രീതിയിൽ പഠിച്ച് തയ്യാറാക്കിയിട്ടുള്ള ജനങ്ങളുടെ അവകാശവും ജനങ്ങളുടെ ഉത്തരവാദിത്വവും ഒക്കെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനാ പ്രകാരവും മറ്റ് നിയമങ്ങൾ പ്രകാരവും ഇന്ത്യയിലെ ഒരു പൗരനെയും ആർക്കും ഉപദ്രവിക്കുവാനായിട്ട് അവകാശമില്ല എന്നിരിക്കെ പോലീസിന് ഇങ്ങനെയൊന്നുണ്ട് എന്ന തോന്നലുണ്ടാക്കുവാനായിട്ട് പിണറായി വിജയൻ അറിയാതെ ശ്രമിച്ചു പോകുന്നു എന്ന് തോന്നുകയാണ്. അദ്ദേഹം അതിൻ്റെ ശരിയായിട്ടുള്ള വില കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പയിൽ വലിയൊരു പരിപാടി നടത്തി. 2018 സുപ്രീം കോടതി വിധിയുടെ മറവിൽ സ്ത്രീകൾ ഉൾപ്പെടെ 2 സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. പിന്നീട് സർക്കാർ അതിൽ നിന്ന് പിന്മാറി. കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തുകയും ആ പരിപാടി പൂർണ്ണമായും പൊളിഞ്ഞ്, അല്ലെങ്കിൽ സർക്കാർ വിചാരിച്ച ഒരു വിജയത്തിലേക്ക്, അതിൻ്റെ 7 അയലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത് തന്നെ ന്യൂനപക്ഷ സംഗമം മലബാറിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നടക്കുമെന്നാണ് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ അയ്യപ്പ സംഘവും ന്യൂനപക്ഷ സംഘവും എല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള CPM-ന്റെ ഒരു നാടകമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? അതൊരു സംശയവുമില്ല. കാരണം CPM-ന്റെ ആദർശങ്ങളോ അവർ ചെയ്ത കാര്യങ്ങളോ പറഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്ന ബോധ്യം പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് പുതിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾ ഒരുപാടുണ്ട്. അവരെ പിടിക്കാനായിട്ട് മത അടിസ്ഥാനത്തിലാണെങ്കിലും CPM-ന്റെ തന്ത്രങ്ങൾക്കും അവരുടെ രീതിക്കും ഒക്കെ എതിരാണെങ്കിലും അവരിതുവരെ പറഞ്ഞതിന് മുഴുവൻ വിരുദ്ധമായിട്ടാണെങ്കിലും അയ്യപ്പ സേവാ സംഗമം എന്ന പേരിൽ അഖില ലോകതലത്തിൽ, ഓൾ കേരള അല്ല, ഓൾ ഇന്ത്യയും അല്ല, അഖില ലോകതലത്തിൽ വേറെ ആരൊന്നും വന്നില്ല. ആകെപ്പാടെ തമിഴ്നാട്ടിൽ നിന്ന് 2 പേര് വന്നേ ഉള്ളൂ. അപ്പുറത്ത് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുമെന്ന് പറഞ്ഞെങ്കിലും അവരൊന്നും ആരും വന്നില്ല. തന്നെയല്ല 3000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ 643 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അവിടെ ഇട്ട കസേരകളുടെ നിങ്ങൾ ടെലിവിഷനൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ കണ്ടു. അതിനകത്ത് എത്ര കസേരകളാണ് വെറുതെ കിടക്കുന്നത്. ഇന്നലെ പിണറായി വിജയൻ പറയുക 2 കസേര വേക്കൻ്റ് ആണ് എന്ന് വിചാരിച്ച് ആരും ഇല്ലെന്ന് പറയരുതെന്ന്. 2 കസേരയെ അദ്ദേഹം കണ്ടുള്ളൂ. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഈ രീതിയിൽ അയ്യപ്പന്മാർക്ക് ഭക്തി പുരസ്സരം അവിടെ പോയി അയ്യപ്പനെ കാണുവാനും ശബരിമല അയ്യപ്പനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുവാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അതിനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ പിണറായി വിജയൻ വിചാരിക്കുന്നത് അതിനുവേണ്ടി ഒരു സംഗമം നടത്താനായിട്ട് അദ്ദേഹത്തിന് അധികാരവും അല്ലെങ്കിൽ ഉത്തരവാദിത്വവും ഉണ്ടെന്നാണ്. മുമ്പേ സൂചിപ്പിച്ച പോലെ ഇനിയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും കൂടെ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ദുഃഖവെള്ളിയാഴ്ച ക്രിസ്തു ഒരു കുരിശ് ചുമന്നു പോയതുപോലെ പിണറായി വിജയൻ ദുഃഖവെള്ളിയാഴ്ച ഒരു കുരിശും ചുമന്നുകൊണ്ട് പോകുമോ എന്നെനിക്ക് സംശയമുണ്ട്. തന്നെയല്ല, ഒരുപക്ഷെ കുറച്ച് മുസ്ലിമുകൾ കൂടെ ഉള്ളിടത്തൂടെ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ എരുമേലി വഴി പോകാനും സാധ്യതയുണ്ട്. ഈ മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ അത് ആദ്യം പറഞ്ഞ ഹിന്ദുക്കൾക്ക് എതിര് വരുമോ എന്ന് പേടി തോന്നുന്നുകൊണ്ട് അതുവഴി ഒന്നുകൂടി ശബരിമലയ്ക്ക് പോകാനും സാധ്യതയുണ്ട്. ഇതാണ് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ വോട്ട് പിടുത്തം. മറ്റ് ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വോട്ട് വേണം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഞങ്ങളുടെ പാർട്ടി ഇന്നതാണ് ആദർശം, ഞങ്ങളുടെ പാർട്ടിയുടെ ആ ആദർശത്തിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഇതൊക്കെ നന്നായിട്ട് ബോധ്യമുള്ള പിണറായി വിജയൻ ഇപ്പോൾ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ആഗോള സംഗമം നടത്തിയത്. പക്ഷേ അത് വലിയ പരാജയമായി പോയി എന്ന ബോധ്യം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയല്ല, വിശ്വാസികൾ അല്ല അവിടെ പോയത്. ഏതാനും CPM-കാർ പോയി കാണും. പക്ഷേ വിശ്വാസികൾ അവിടെ പോയില്ല എന്ന് മാത്രമല്ല, വിശ്വാസികൾക്ക് അതിനോട് എതിർപ്പാണ് ഉണ്ടായത്. ഇങ്ങനെ അവർ അങ്ങേയറ്റം ആദരവോടെ കാണുന്ന ബഹുമാനപ്പെട്ട ശ്രീ അയ്യപ്പനെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നതായിട്ട് പോലും അവർക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണം പലരിൽ നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഈ കുബുദ്ധി നേരെ തിരിഞ്ഞു തന്നെ അദ്ദേഹത്തിന് കൊള്ളും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കർഷകരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉയർത്തിപ്പിടിച്ച് അവർക്ക് വേണ്ടി കൂടി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് താങ്കൾ. ഈ സർക്കാർ, അതായത് പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ 10 വർഷക്കാലവും കർഷക ദ്രോഹ പ്രവർത്തനങ്ങളാണ് ചെയ്തതെന്ന് കേരള കോൺഗ്രസ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ കർഷക ദ്രോഹ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ കർഷകരെ ചേർത്ത് പിടിക്കാനോ അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം കർഷകരെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പിണറായി വിജയനും അല്ലെങ്കിൽ കാർഷിക വകുപ്പിനും ഒരു പ്രചോദനമായിട്ടുണ്ടാകും? പിണറായി വിജയന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ
ആരാണ് വോട്ട് ബാങ്ക് എന്ന ധാരണ പോലും തെറ്റിപ്പോവുകയാണ്. ഈ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ വോട്ട് അവർക്ക് വേണം, പക്ഷെ അത് ഓർക്കുന്നില്ല. വോട്ട് വേണമെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അല്ലെങ്കിൽ പോലും ചെയ്യാനുള്ള ദൗത്യം ചെയ്യുന്നില്ല. നെൽകർഷകർക്ക് കുട്ടനാടൻ മേഖലകളിൽ ഉൾപ്പെടെ പാലക്കാട് മേഖലകളിൽ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട നെൽകർഷകർ അവരുടെ നെല്ല് സംഭരിച്ച് പെട്ടെന്ന് വില കൊടുക്കാനായിട്ടുള്ളതാണ്. പക്ഷെ സംഭരിക്കും, വില കൊടുക്കത്തില്ല, സമയത്ത് കൊടുക്കത്തില്ല എന്ന് മാത്രമല്ല അവരങ്ങേറ്റം ദുരിതത്തിൽ കഴിയുകയാണ്. അതുപോലെ മറ്റ് എല്ലാ കാർഷിക വിളകളും ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ, കാപ്പി, തേയില, ഏലം എന്ന് വേണ്ട കേരളത്തിൽ ഇല്ലാത്ത കൃഷിയൊന്നുമില്ല. നമ്മുടെ തെങ്ങ്, കമുക്, മാവ്, പ്ലാവ് എല്ലാം ഉണ്ടല്ലോ. ഇവയ്ക്കൊന്നും ഇവയൊക്കെ നല്ലതുപോലെ ഫലം പുറപ്പെടുവിച്ചാലും അവയ്ക്ക് വിലയില്ലെങ്കിൽ, ന്യായവില കിട്ടത്തില്ലെങ്കിൽ കർഷകൻ എങ്ങനെ പിടിച്ചു നിൽക്കും? അതിനെന്താ ചെയ്യേണ്ടത്? അതിന് പല രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാം ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക്. അതിന് ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. പണ്ട് കുട്ടനാടിന് ഒരു പ്രത്യേക ഒരു ഏജൻസി എന്നുള്ള നിലയിൽ ഒരു സംവിധാനം കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ അന്ന് അതിനെ എതിർത്ത മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് എന്ത് പറയുന്നു? കുട്ടനാട് പോലെ അല്ലെങ്കിൽ എല്ലായിടത്തും കേരളത്തിൽ ഉള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും നിയമം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? നിയമം വേണ്ട, ഉള്ള നിയമം മതി, അത് വെച്ച് നടപടിയെടുക്കാൻ പറ്റുമോ? ഇവിടെ കർഷക തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള നിയമമുണ്ട്, കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിയമമുണ്ട്. അതൊക്കെ നടപ്പാക്കണം. അത് നടപ്പാക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, കർഷകരുടെ ഏറ്റവും വലിയ ആവശ്യം അവർ അധ്വാനിച്ച് തൊഴിൽ ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടണം. അവർക്ക് ന്യായവില കിട്ടണമെന്നേ ഉള്ളൂ. അമിതമായ വില ഒന്നും പിണറായി വിജയൻ കൊടുക്കണ്ട, ന്യായവില കൊടുക്കണം. 10 രൂപയുള്ളതിന് 5 രൂപ പോലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വെറും 2 രൂപയെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അവർക്ക് പിന്നെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ആ കൃഷിയെ ഇല്ലാതാകും, ആ കൃഷി നശിച്ചു പോകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അപകടമാണ്. കേരളത്തിന് പുറത്തോട്ട് പോയാൽ ഇതുപോലുള്ള കൃഷിയുള്ള സ്ഥലമില്ല. ഇവിടെ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല. എല്ലാ കൃഷിയുമുള്ള ഈ കൊച്ചു കേരളം ഏറ്റവും സുന്ദരവുമാണ്. കാരണം പുറത്തുനിന്ന് വരുന്നവരൊക്കെ നോക്കുമ്പോൾ ഇത്രയും കൃഷികളുള്ള, ഇത്രയും ഒരുപോലെ ആളുകൾ താമസിക്കുന്ന, എല്ലായിടത്തും ജനജീവിതവും ആളുകളുടെ പരിപാടികളുമുള്ള ഒരു സ്ഥലം ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. ഇത്രയധികം ആളുകളെ ആകർഷിക്കാൻ പറ്റിയ സ്ഥലം ലോകത്തുണ്ടോ എന്നുള്ള സംശയമാണ്. അവിടെയുള്ള കർഷകർ ഇത്രയധികം പാടുപെടുന്നു എന്നുള്ളത് മറ്റു പലരും അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ആരറിഞ്ഞില്ലെങ്കിലും സാരമില്ല, പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്, ഒരു ഗവൺമെൻറ് ഇവിടെയുണ്ട്, അവർക്കെങ്കിലും ബോധ്യം വരണം. അവരതിനുള്ള നടപടി സ്വീകരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കർഷക തൊഴിലാളികളുടെ വ്യക്തമായിട്ടുള്ള തിരിച്ചടി അദ്ദേഹത്തിനുണ്ടാവും.